വ്യക്തിപരമായിട്ട് അയാളുടെ ഫ്യൂച്ചറിനെ, പൊളിറ്റിക്കൽ കരിയറിനെ അത് ബാധിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. വച്ചാലും വച്ചില്ലെങ്കിലും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അലിഗേഷൻ നിൽക്കാൻ തന്നെ ആളെ MLA സ്ഥാനത്ത് തുടരണോ അത് രാജിവെക്കണോ? ആ രാജിവെക്കേണ്ടതാണ്, രാജിവെക്കേണ്ടത്. കാരണം അയാൾ ചെറുപ്രായം 10-37 വയസ്സായിട്ടുള്ളൂ. ആൾക്കൊരു കേരള സ്റ്റേറ്റിൻ്റെ ഒരു പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒരു MLA സ്ഥാനം ഇതുവരെ ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ഭാവി അയാൾ സ്വയമായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം ഇപ്പം അയാൾ കഴിവുള്ളവരാണ്. അയാൾക്ക് തെറ്റുകളും പറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റിയവരെ ഈ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉള്ളൂ. ഈ ജാതി തെറ്റുകളും 57 മുതലുണ്ടെന്നാണ് രാമേന്ദ്രൻ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇപ്പം അയാൾ രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും അയാളുടെ ഭാവി അത് ബാധിക്കും. പാലക്കാട് ജനങ്ങളുടെ MLA ആണ്. അതിൽ ഒരു പാർട്ടിയോ 2 പാർട്ടിയോ രാജിവെക്കണം പറഞ്ഞാൽ വെക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് എല്ലാ ജനത്തിൻ്റെയും MLA ആണ്. പിന്നെ അവർ തെറ്റ് ചെയ്തതാണ്. MLA ആയ പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. MLA ബാക്കിലല്ലേ ചെയ്തിട്ടുള്ളൂ. അത് അന്നത്തെ കാര്യം അന്ന് അവർ നോക്കണം. അതിനിവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല ചങ്കൂറ്റുള്ള ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ട്. അവർ നോക്കട്ടെ. അതിനെക്കുറിച്ച് ഈ പാർട്ടിക്കാർ രാജിവെക്കണം പറഞ്ഞാൽ ഞങ്ങളുടെ പണമോ പോയി കൊടുക്കും, നികുതി പണം. അതാരും തരും? ഇവർ തരുമോ? തരില്ല. അപ്പോൾ നമ്മുടെ പണങ്ങൾ അത് പോകാൻ പറ്റില്ല. ഇനി 10 മാസമുണ്ട്. ഈ 10 മാസം രാഹുൽ മാങ്കൂട്ടം ഇവിടെ MLA ആയി തുടരും. നല്ല വികസനം കൊണ്ടുവരും.